പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ജപമാല തിരുനാൾ ഇന്ന് തിരുസഭ ആഘോഷിക്കുമ്പോൾ ജപമാല രാജ്ഞിയായ അമ്മയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സമർപ്പിക്കുവാൻ തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. കൃപ നിറഞ്ഞവളെ സുസ്തി എന്ന ദൂതൻ പറയുന്നത് കേട്ടുകൊണ്ട് ദൂതൻ്റെ ഓരോ വാക്കും ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ട് ആ വചനത്തെ സമ്പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്നരുൾ ചെയ്തുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് കീഴടങ്ങിയ പരിശുദ്ധ അമ്മയെപ്പോലെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. ഞങ്ങൾ ഓരോരുത്തരും വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രപ്പെടുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾ ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും ആവശ്യമായ എല്ലാ പ്രസാദവരങ്ങളും സ്വീകരിച്ചുകൊണ്ടങ്ങ് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഇന്നിതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയും. ഞങ്ങളിന്ന് കണ്ടുമുട്ടിയവരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെട്ടവരെയും ഞങ്ങൾക്ക് ആശ്വാസം നൽകിയവരെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വഴിയിലൂടെ നടക്കുവാൻ പഠിപ്പിച്ചവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കും. കാരുണ്യവാനായ കർത്താവെ, ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. ഏറെ പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മാതൃസ്നേഹം ലഭിക്കാതെ പോയ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾ നകന്നു ജീവിക്കേണ്ടി വരുന്ന മക്കളെ ഓർക്കുന്നു. വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്തവരുമായ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വിദേശങ്ങളും സ്വദേശങ്ങളുമായി ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് പുത്രനിൽ നിന്ന് സ്നേഹത്തിൻ്റെ നീറുറവൊഴുക്കി അവരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും അവരുടെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇത് അമ്മയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ ശക്തിപ്പെടുത്തി ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ, പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മരണത്തിലുള്ള അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.